അതെ, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നതേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ. അത് ഫ്രീസറിൽ വെച്ചേക്ക് വരുന്നു. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ നിന്നുള്ള ചക്ക കുറച്ച് നേരം ഞാൻ വെളിയിൽ വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയി. അതിനുശേഷം അത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇവിടെ ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി. അതിനുശേഷം അതൊരു 2 വിസിൽ വരുന്നിടം വരെ നമ്മൾ വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിലേക്ക് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, ചെറിയ ഉള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒന്ന് അരക്കുകയല്ല, ചതച്ചെടുക്കണം. അതിനുശേഷം 2 വിസിൽ വന്നതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ലതായിട്ട് ചക്ക വെന്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ ഈ അരപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ ചക്ക റെഡിയാണ് കേട്ടോ. അപ്പോൾ ചക്കയും മീൻകറിയാണ് എനിക്കുള്ളത്. അപ്പോൾ ചക്ക കഴിക്കുമ്പോൾ ഞാൻ പൊതുവെ അതിൻ്റെ മുകളിൽ ഒന്നെങ്കിൽ സ്വല്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ സ്വല്പം നെയ്യ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും ഇങ്ങനെ തൂവി കൊടുക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കഴിച്ചപ്പോഴാണെങ്കിൽ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഒത്തിരി നാളോടുകൂടി കഴിക്കുന്നതുകൊണ്ടായിരിക്കും നല്ല സൂപ്പർ ചക്കയായിരുന്നു കേട്ടോ. ഈ ചക്ക വേവിച്ചെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ചൂടോടുകൂടി തന്നെ കഴിക്കണം. അത് നമ്മൾ ജസ്റ്റ് അടുപ്പിൽ നിന്ന് വാങ്ങി എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പാത്രത്തിലോട്ട് എടുത്ത് ചൂടോടുകൂടി എന്നൊക്കെ വെച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക് യു, ബൈ.